നമസ്കാരം. പത്രം ഓൺലൈനിലേക്ക് സ്വാഗതം. ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഗോള അയ്യപ്പ സംഗമത്തിൽ വന്നിറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ സ്വന്തം കാറിൽ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരു സാമൂഹിക നേതാവ് എന്നോ അല്ലെങ്കിൽ ഒരു സമുദായ നേതാവ് എന്നൊക്കെ നമുക്ക് വിളിക്കാവുന്ന മഹാനായ നേതാവും കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാഷ്ട്രീയത്തിൽ പിണറായി വിജയനെ മാറി മാറി താങ്ങുകയും മറുഭാഗത്ത് കേരളത്തിൽ BJPക്ക് വേണ്ടി പണിയെടുക്കുകയും കേന്ദ്രത്തിലെ BJPയെ സുഖിപ്പിച്ചു നിർത്തുകയും കേരളത്തിലെ സംസ്ഥാന സർക്കാരിനെ അതുപോലെ സുഖിപ്പിച്ചു നിർത്തുകയും രണ്ട് വള്ളങ്ങളിൽ ഒരുപോലെ സമയം അതുപോലെ ഒരേ സമയം കാല് വെച്ച് വീഴാതെ പിടിച്ചു നിൽക്കുന്ന കേരളത്തിലെ ഏക എന്താ പറയുക ഒരു സാംസ്കാരിക നേതാവെന്നോ അല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ സാമുദായിക നേതാവെന്നോ വിളിക്കാവുന്ന ഒരാളാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹത്തെയും കൂട്ടിയാണ് ഇന്ന് പിണറായി വിജയൻ എത്തിയത്. പിണറായി വിജയൻ എത്തിയപ്പോൾ ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട് എന്ന് തോന്നുന്നു. അതായത് എന്താണ് ഈ സമയത്ത് പിണറായി വിജയൻ കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ച സന്ദേശം? ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വേദിയിൽ വെച്ചുകൊണ്ട് പിണറായി വിജയൻ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. കപട ഭക്തന്മാരെ അല്ല ആവശ്യം, യഥാർത്ഥ ഭക്തന്മാരെയാണ് ആവശ്യം. അവിടെ തന്നെ ചില ചോദ്യങ്ങൾ ഉദിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റുകാർ യഥാർത്ഥ ഭക്തന്മാരാണോ? CPMകാർ യഥാർത്ഥ ഭക്തന്മാരാണോ? കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികത അല്ലെങ്കിൽ തത്വശാസ്ത്രം, വൈരുദ്ധ്യാത്മക ഭൗതികവാദം, മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങൾ, മൂലധനം തുടങ്ങിയിട്ടുള്ള അവരുടെ പ്രത്യയശാസ്ത്ര ഗ്രന്ഥങ്ങൾ, ഇതിലെവിടെയാണ് വിശ്വാസത്തെപ്പറ്റി ആത്മീയതയെപ്പറ്റി പറഞ്ഞിട്ടുള്ളത്? ജനങ്ങൾക്ക് ആത്മീയത എന്ന് പറയുന്ന ഒരു കാര്യം അനിവാര്യമാണ് എന്ന് എവിടെയെങ്കിലും CPM പറയുന്നുണ്ടോ എന്ന് മാത്രമല്ല, മതങ്ങളെയും ദൈവത്തെയും ആത്മീയതയും CPM എതിർക്കുന്നുണ്ടോ? കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം എതിർക്കുന്നുണ്ടോ? എതിർക്കുന്നില്ലേ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ തള്ളി പറഞ്ഞിരുന്ന ആളുകൾ തന്നെ പിന്നീട് വർഷങ്ങൾ കഴിയുമ്പോൾ അതിനെല്ലാം അനുകൂലമായി വരുന്ന ഒരു സാഹചര്യം സാധാ സമയവും CPMനെ അല്ലെങ്കിൽ CPMന് അത്തരത്തിലൊരു ചരിത്രമുണ്ട് എന്ന് ഓർക്കുന്ന സമയത്ത് നമുക്കൊരു ആശ്വാസമുണ്ട്. പിണറായി വിജയൻ അവിടെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതായത് യഥാർത്ഥ ഭക്തന്റെ ലക്ഷണം എന്തൊക്കെയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. യഥാർത്ഥ ഭക്തന്മാർ എന്ന് പറയുന്നതിന്റെ ലക്ഷണം ഗീതയിൽ പറയുന്നു എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണ യവജ എന്ന് തുടങ്ങുന്ന ഒരു ഗീതാ ശ്ലോകമുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഗീതാ ശ്ലോകമാണ്. അതായത് ഒരു ഭക്തൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് ആ ഗീതാ ശ്ലോകത്തിൽ പറയുന്നത്. ആ ശ്ലോകത്തിൽ പറയുന്ന യഥാർത്ഥ ഭക്തന്റെ ലക്ഷണം നമുക്കൊന്ന് നോക്കാം. ഒന്നിനെയും ദേഷിക്കാത്തവനും എല്ലാത്തിനും മിത്രമായിരിക്കുന്നവനും എല്ലാവരിലും ദയയുള്ളവനും സുഖദുഃഖങ്ങളിൽ ഭാവഭേദമില്ലാത്തവനും എന്തും ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുന്നവനും എപ്പോഴും മനസ്സ് സന്തുഷ്ടമായിരിക്കുന്നവനും അതുപോലെ തന്നെ ആത്മനിയന്ത്രണമുള്ളവനും ഉറപ്പുള്ള നിശ്ചയമുള്ളവനും ആയിരിക്കും ഭക്തൻ. ഇത് ഗീത പറയുന്നുണ്ട്. ഇതാണ് യഥാർത്ഥ ഭക്തൻ, പിണറായി പറഞ്ഞ ഭക്തൻ. അങ്ങനെയാണെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ യഥാർത്ഥ ഭക്തനാണോ? സഖാവ് പിണറായി വിജയൻ യഥാർത്ഥ ഭക്തനാണോ? വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന കേരള രാഷ്ട്രീയത്തിൽ ഒരിക്കലും ആരും മാതൃകയാക്കാൻ പാടില്ലാത്ത ഒരു നേതാവ്, തരം അതായത് മിനിറ്റുകൾ കൊണ്ട് തന്റെ നിലപാടുകൾ മാറ്റുന്ന ഒരു നേതാവ്, അങ്ങേരുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം കേരള രാഷ്ട്രീയത്തെ ഉപയോഗിക്കുന്ന ഒരു നേതാവ്, ഈ പറയുന്നത് പോലെ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസ് എന്ന് പറയുന്ന കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ തട്ടിപ്പ് കേസ്, ആ തട്ടിപ്പ് കേസിന്റെ അന്വേഷണം എത്രയോ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നു. ആ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റാൻ വേണ്ടി സർക്കാർ ശ്രമിച്ചപ്പോൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഇടപെട്ടുകൊണ്ട് ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ അന്വേഷിക്കണമെന്നും എത്രയും പെട്ടെന്ന് കേസ് തീർക്കണമെന്നും പറയുകയുണ്ടായി. ആ സമയത്ത് ആണ് മുഖ്യമന്ത്രി ഒരു വലിയ തട്ടിപ്പ് കേസിലെ പ്രതിയെ, ഒരു കൊലപാതക കേസിലെ പ്രതിയെ, ശാശ്വതീകാനന്ദ എന്ന് പറയുന്ന സന്യാസി വര്യനെ ആരാണ് കൊന്നത്, ആരായിരുന്നു പ്രതിസ്ഥാനത്തുള്ളത്, എന്തായിരുന്നു ആ അന്വേഷണ റിപ്പോർട്ട്, ആരായിരുന്നു അതിൽ ആരോപണങ്ങളിൽ നിറഞ്ഞു നിന്നത്, ഇതൊക്കെ വലിയ ചോദ്യങ്ങളാണ്. ഇത്തരം നിരവധിയായ ആരോപണങ്ങളിൽ നിറഞ്ഞു നിന്ന ഒരാളോടൊപ്പം കാറിൽ വന്നിറങ്ങിയിട്ട് ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ, അതായത് വിജിലൻസ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരായിക്കോട്ടെ പോലീസുകാരായിക്കോട്ടെ, ഇവർക്കൊക്കെ കൊടുക്കുന്ന സന്ദേശം എന്താണ്? ഞാൻ പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത ആളാണ്, ഭാര്യയും മക്കളും അല്ലാതെ ആരും ആ സ്റ്റേറ്റ് കാറിൽ കയറിയിട്ടില്ല, ആ കാറിലാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വ്യക്തിയെയും കൊണ്ട് വന്നിറങ്ങിയിരിക്കുന്നത്. അപ്പോ ആരെങ്കിലും ഈ വെള്ളാപ്പള്ളിക്കെതിരെ കേസെടുക്കാൻ ധൈര്യം കാണിക്കും? ഇനി കേസെടുത്ത് അന്വേഷിച്ച് മുന്നോട്ട് പോകുന്ന ഉദ്യോഗസ്ഥന് റിട്ടയർ ചെയ്തതിനു ശേഷം ജീവിക്കണ്ടേ? എന്ത് സന്ദേശമാണ് പിണറായി വിജയൻ നൽകുന്നത്? മാത്രവുമല്ല, വേറൊരു ചോദ്യം കൂടി പ്രധാനമായും ചോദിക്കാനുണ്ട്. ആഗോള അയ്യപ്പ സംഗമത്തിൽ പിണറായി വിജയൻ ഭക്തനാണ് എന്ന ഒരു സർട്ടിഫിക്കറ്റ് അങ്ങ് ഈ പറയുന്ന വെള്ളാപ്പള്ളി വെച്ചു കൊടുത്തിട്ടുണ്ട്. അയ്യപ്പന്റെ പ്രതിമ വാങ്ങിയത് ഭക്തനായത് കൊണ്ടാണ്, മറ്റാരും അത് ഇല്ലെങ്കിൽ അദ്ദേഹം അത് വാങ്ങുമോ?
അയ്യപ്പനെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ആളുകളാണ് ഇവിടെയുള്ള CM ഉൾപ്പെടെയുള്ള ആളുകൾ എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. അത് നമ്മൾ ഒരുപാട് തവണ കണ്ടതാണ്. മലപ്പുറത്തെ ജനതയോട്, അതായത് മലപ്പുറത്തെ ജനത തീവ്രവാദപരമായി പെരുമാറുന്നുവെന്നും അവർ ആനുകൂല്യങ്ങളെല്ലാം തട്ടിയെടുക്കുന്നുവെന്നും അവിടുത്തെ മുസ്ലിംസ് എന്ന് പറയുന്ന ജനവിഭാഗം ഇവിടെ വലിയ രീതിയിൽ അപകടകരം വീതം വളരുന്നുവെന്നൊക്കെ പരസ്യമായ രീതിയിൽ വർഗീയ പ്രചാരണം നടത്തിയ വെള്ളാപ്പള്ളി നടേശനെതിരെ ഒരു കേസെടുക്കാൻ ഇവിടത്തെ ഈ പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗവൺമെന്റ് തയ്യാറായോ? ആരെങ്കിലും തയ്യാറായോ? എല്ലാത്തിലും, അതായത് വർഗീയ പ്രചാരണം നടത്തുന്ന സമയത്ത് സ്ഥിരമായി സ്റ്റാറ്റസുകളും പോസ്റ്റുകളും ഇടുന്ന ഒരു സഖാവ് പോലും വെള്ളാപ്പള്ളി നടേശനെതിരെ പോസ്റ്റ് ഇട്ടില്ല, കേസ് എടുത്തതുമില്ല. ആരും അതിന്റെ പിറകെ പോയില്ല. PC ജോർജിനെതിരെ നാഴികയ്ക്ക് 40 വട്ടം കേസെടുക്കുന്ന ആൾ എന്തുകൊണ്ടാണ് ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശനെതിരെ കേസെടുക്കാത്തത്? മുസ്ലിം ജനവിഭാഗത്തിന്റെ വോട്ട് വേണ്ടെന്ന് വെച്ചിരിക്കുകയാണോ പിണറായി വിജയൻ? അതല്ല ഇരട്ട രാഷ്ട്രീയം കളിക്കുകയാണോ പിണറായി വിജയൻ? ഒരു ഭാഗത്ത് ഇതേപോലെ തന്നെ BJP ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുകയും അവർക്ക് വേണ്ടി ഒരു പാർട്ടി ഉണ്ടാക്കി കൊടുക്കുകയും അതുപോലെ തന്നെ മറുഭാഗത്ത് CPM-നെ താലോലിക്കുകയും ഇനി അടുത്ത തെരഞ്ഞെടുപ്പിലും മുഖ്യമന്ത്രി ആരാണ്? അത് പിണറായി വിജയൻ മാത്രമാണ് എന്നാണ് വെള്ളാപ്പള്ളി ഇന്ന് പറഞ്ഞത്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വേദിയിലും ഉളുപ്പില്ലാത്ത രാഷ്ട്രീയം പറയാനാണ് വെള്ളാപ്പള്ളി ഇന്ന് ശ്രമിച്ചത്. അതിന് പ്രേരിപ്പിച്ചത് ആരാണ്? മുഖ്യമന്ത്രി പിണറായി വിജയൻ. അല്ലെങ്കിൽ അദ്ദേഹം അത് തടയണമായിരുന്നു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശനെ ആക്ഷേപിക്കാനാണ് വെള്ളാപ്പള്ളി നടേശൻ സമയം കണ്ടെത്തിയത്. അടുത്ത തവണ ഈ മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ളത് പിണറായിക്ക് മാത്രമാണെന്നും ഇടതുപക്ഷത്തു നിന്ന് പിണറായി അല്ലാതെ മറ്റാരും മുഖ്യമന്ത്രിയാവാൻ യോഗ്യതയില്ല എന്നുമാണ് ഈ പറയുന്ന വെള്ളാപ്പള്ളി പറഞ്ഞത്. പൊന്തിച്ച് അങ്ങ് ആകാശത്തോളം കൊണ്ടുപോവുകയാണ്. നല്ലതാണ്, കാരണം ഏറ്റവും മുകളിൽ കൊണ്ടുപോയി താഴെ ഇടുമ്പോൾ ആ വീഴ്ചയുടെ ആഘാതം വലുതായിരിക്കും എന്നുള്ളത് ആ ഒരു കാര്യത്തിൽ മാത്രം നമുക്ക് സന്തോഷിക്കാം. കോൺഗ്രസിനെയും അതുപോലെ തന്നെ ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളെയും ഒക്കെ അപമാനിച്ചുകൊണ്ട് ഒന്നുമല്ല എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഇവിടെ വീണ്ടും CPM-ന് അധികാരത്തിലേക്ക് കൊടുക്കാനുള്ള ഒരു ശ്രമം, തങ്ങളുടെ, അതായത് തന്റെ വയറിന്റെ രാഷ്ട്രീയത്തിന് വേണ്ടി എന്തും പറയുന്ന വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ഓന്തിന് പോലും നാണം വരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പറയുന്ന വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആളുകളെ താങ്ങി നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് ആശയം എന്ന് പറയുന്ന ആശയം മനസ്സിന്റെ ഉള്ളിലെങ്കിലും ഉള്ള ആളുകൾ ചോദ്യം ചെയ്യേണ്ടതല്ലേ എന്ന് അവരവരുടെ അണികൾ തന്നെ ചിന്തിച്ചാൽ നന്നായിരിക്കും. പുകയെത്തുന്നതിനിടയിൽ ഇത്തരം ചില കാര്യങ്ങൾ കൂടി അണികൾ ആലോചിക്കുന്നത് നന്നായിരിക്കും. എന്തായാലും ഇത്ര വലിയ വർഗീയ പ്രചരണം നടത്തിയ, ഇത്ര വലിയ വോട്ടു കച്ചവടത്തിന്റെ ഭാഗമായി CPM-നും BJP-ക്കും വേണ്ടി പണിയെടുക്കുന്ന വെള്ളാപ്പള്ളി നടേശന്, അതോടൊപ്പം തന്നെ ഈ CPM-വുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള കൂട്ടുകച്ചവടം നടന്ന വെള്ളാപ്പള്ളി നടേശനെ എടുത്തു പിടിച്ചുകൊണ്ട് പിണറായി വിജയൻ ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ അതൊക്കെ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ സമൂഹം തന്നെയാണ്. ഒരു കാര്യം ഇന്ന് അവിടെ ഞാൻ ശ്രദ്ധിച്ചത്, ഗോകുലം ഗോപാലൻ എന്ന് പറയുന്ന മറ്റൊരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ ഇന്ന് ചില കാര്യങ്ങൾ അവിടെ പറഞ്ഞു. അതായത് ശബരിമല എന്ന് പറയുന്നത് നിരീശ്വരവാദികൾക്കുള്ളതല്ല, അത് ഭക്തന്മാർക്കുള്ളതാണ് എന്ന് കൃത്യമായി ഗോകുലം ഗോപാലൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് കൊള്ളേണ്ടവർക്കൊക്കെ കൊണ്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഗോകുലം ഗോപാലനെയെങ്കിലും കണ്ട് വെള്ളാപ്പള്ളി നടേശനൊക്കെ പഠിക്കേണ്ട കാലം ഒരുപാട് അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുക. എന്തായാലും രാഷ്ട്രീയപരമായി അങ്ങേയറ്റം മോശം പ്രവൃത്തി എന്ന് മാത്രമാണ് കേരള ജനതയോട്, വലിയ പുരോഗമനം പറയുന്ന ആളുകളാണല്ലോ നമ്മൾ, ഈ ജനതയോട് ഇന്ന് ഉഡായിപ്പിന്റെ രാഷ്ട്രീയമാണ് ഇവർ കാണിച്ചത്. വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന രാഷ്ട്രീയത്തെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെ, ആ മനുഷ്യനെ ഏറ്റുപിടിച്ച് ഈ പറയുന്ന ഈഴവരുടെ വോട്ടെല്ലാം അങ്ങ് നേടിയെടുക്കാം എന്നുള്ള ധാരണയാണുള്ളതെങ്കിൽ അത് വെറും വ്യാമോഹം മാത്രമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയും.